അടുത്ത സമ്മർ ഒളിമ്പിക്സ് ജൂലൈ മാസം, അതായത് അടുത്ത മാസം പാരീസിൽ നടക്കുകയാണ്. ജൂലൈ അവസാന വാരം. കഴിഞ്ഞ സമ്മർ ഒളിമ്പിക്സ് ടോക്കിയോയിലായിരുന്നു, ജപ്പാനിലെ. ആ ജപ്പാനിലെ ഒളിമ്പിക്സിൽ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. കാരണം അത് വളരെ പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ഒളിമ്പിക്സ് ആയിരുന്നു. കോവിഡിന് ശേഷമാണ്, ഒരു വർഷം നീട്ടി വെച്ചിട്ടാണ് നടന്നത്. 2021 2020 നടക്കേണ്ട ഒളിമ്പിക്സാണ് 2021 നടന്നത്. പരിസ്ഥിതി സൗഹൃദമാണ് എന്ന് പറയാൻ കാരണം ഈ ജേതാക്കൾക്ക്, ഒളിമ്പിക് ജേതാക്കൾക്ക് കൊടുത്ത മെഡലുകളെല്ലാം നമ്മുടെ മാലിന്യത്തിൽ നിന്നുണ്ടാക്കിയതാണ്. അതായത് ഈ മാലിന്യത്തിൽ നിന്ന് അവരുടെ വോളണ്ടിയേഴ്സ് ശേഖരിച്ച ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇതൊക്കെ വലിച്ചെറിഞ്ഞ റേഡിയോള്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള മാലിന്യങ്ങളിൽ നിന്ന് ഉള്ള വേർതിരിച്ചെടുത്ത് അത് ശേഖരിച്ച് അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ഏകദേശം 30 കിലോ സ്വർണം, 4000 കിലോ വെള്ളി, 2800ഓളം കിലോ വെങ്കലം, ഇത്രയും അവർക്ക് വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞു. ഈ മാലിന്യത്തിൽ നിന്ന്, ഈ വലിച്ചെറിയപ്പെട്ട ഈ മാലിന്യത്തിൽ നിന്ന് ഇത്രയും വേർതിരിച്ച് അതിൽ നിന്നാണ് മെഡലുകൾ ഉണ്ടാക്കി ഈ എല്ലാ ജേതാക്കൾക്കും കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ ഒളിമ്പിക്സുകളിൽ ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി തന്നെ ഈ മാലിന്യമാണ്. അപ്പം അതിൽ നിന്ന് ശേഖരിച്ചതാണ് ഇവർക്ക് കൊടുത്തു എന്നുള്ളത് ഒരു വലിയൊരു സന്ദേശം കൂടിയായിരുന്നു. അത് വലിയൊരു പ്രത്യേകത തന്നെയായിരുന്നു ഈ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ.